അതാ എന്തെങ്കിലും ഇത് പറ്റുമ്പോൾ എടുത്തിടാനുള്ള അപ്പം ഞങ്ങൾ ഇക്കായിട്ട് ജങ്കാറ് കയറി ജങ്കാർ യാത്രയാണ് കേട്ടോ. ജങ്കാറിലൊന്ന് കയറണമെന്ന് സിദ്ധാർത്ഥിന് വലിയ ആഗ്രഹം. അപ്പോൾ അങ്ങനെ ജങ്കാറ് കയറി ഞങ്ങൾ അപ്പുറത്തോട്ടൊന്ന് പോയിട്ട് തിരിച്ചു വരാം. വെറുതെ ഒന്ന് സിദ്ധാർത്ഥൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് കാട്ടിലമ്പലത്തിൻ്റെ മുമ്പിൽ ജങ്കാറുണ്ട്, അതിലൊന്ന് കയറി അപ്പുറത്തോട്ട് പോയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. എന്താ വെറുതെ അവൻ്റെ ഒരു ആഗ്രഹം. ജങ്കാറ് വിടുക, പിടിച്ചവിടെ പിടിച്ചിരുന്നു, ഇതിൽ പിടിച്ചു അല്ലേ മാറി. പോവാ അക്കരെ എത്താറായി. എന്താ അക്കരെ എത്താറായി കേട്ടോ. തിരിച്ച് നമുക്ക് വള്ളത്തിൽ പോകാം. വെള്ളമുണ്ട് നല്ല ആളുണ്ട് തുഴയാണ്. കണ്ട വള്ളം കണ്ട ആൾക്കാരിറങ്ങുന്നുണ്ട്. ഞങ്ങൾ ഇപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വന്നതാണ്. സിദ്ധാർത്ഥിന് ജങ്കാറി കയറണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജങ്കാറിലൊന്ന് കയറി. ഇക്കായുണ്ട്, ഇക്കായും സിദ്ധാർത്ഥിന് ഞങ്ങൾ ഒന്ന് ജങ്കാറിട്ടാ ഇക്കായുമായിട്ട് ഇക്കായ്ക്കും ജങ്കാറ് കയറണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ജങ്കാറി കയറി തിരിച്ചങ്ങോട്ട് ഞങ്ങൾ വള്ളത്തേലാണ് പോകാൻ പോകുന്നത്. ഞങ്ങൾ ജങ്കാറിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്തത് ഞങ്ങളിനി വള്ളത്തേലാണ് അപ്പുറത്തോട്ട് പോകുന്നത് കേട്ടോ. സിദ്ധാർത്ഥൻ്റെ ഇക്കയുടെ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങളൊന്ന് ജങ്കാറി കയറിയതാണ്. ജങ്കാറി കയറി ഇപ്പുറത്തിറങ്ങി. കാട്ടിയമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ജങ്കാറിലാണ് കയറി ഇപ്പുറത്തിറങ്ങി. ഇനി ഞങ്ങൾ വള്ളത്തേലൊന്ന് അപ്പുറത്തോട്ട് പോകണം. ഇനി വള്ളത്തെ ഞങ്ങൾ അപ്പുറത്തോട്ട് പോകാൻ പോവാം. സിദ്ധാർത്ഥമുണ്ട്, നമുക്ക് ആളെ വള്ളം വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ ആ വള്ളത്തേലാണ് അപ്പുറത്തോട്ട് യാത്ര ചെയ്യാൻ പോകുന്നത് കേട്ടോ. സിദ്ധാർത്ഥിൻ്റെ വള്ളവും വെള്ളവും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയത്. നമ്മൾ ജങ്കാറിലാണ് ഇങ്ങോട്ട് വന്നത്. കാട്ടി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ജങ്കാറുണ്ട്, വള്ള സർവീസ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ വള്ളം എടുത്തിട്ടുണ്ട്. ഈ വള്ളത്തേൽ ഇനി ഉള്ള ആളുമായിട്ട് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോവുക. അപ്പോൾ ജങ്കാറ് നിറഞ്ഞിട്ടുണ്ട് തിരിച്ചു പോകാൻ വേണ്ടി. ഓണം ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. ജങ്കാറിനകത്ത് ഫുള്ള ആളായിട്ടുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥന് ഇക്കായ്ക്കും വള്ളത്തെ കയറണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വള്ളത്തേലാണ് തിരിച്ചങ്ങോട്ട് പോകുന്നത്. ജങ്കാറാകുമ്പോൾ ഫ്രീ സർവീസാണ്, വള്ളമാകുമ്പോൾ പൈസ കൊടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ വള്ളത്തെ കയറാം. കയറി കയറിക്കാനോടെ കയറിക്കുമ്പോൾ അപ്പോൾ ഇക്കായും സിദ്ധാർത്ഥം കയറി. ഇക്കായും സിദ്ധാർത്ഥം കയറി വള്ളത്തെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ വള്ളത്തിലാണ് അപ്പുറത്തോട്ട് പോകാൻ പോകുന്നത്. വെള്ളം വിട്ട് നല്ല വെയിലുണ്ട്. ജങ്കാറും വിട്ട് എന്താ ഒറ്റയ്ക്ക് കണ്ടു.
കടവ് റെസ്റ്റോറന്റ് അല്ലേ? അതിനൊന്നുകൂടെ വിളിക്കാം. വിളിച്ചവർ അവിടേക്ക് 5 മിനിറ്റ് അതാ വിളിക്കുന്നത്. അനിസാണ് ഇടുന്നുണ്ട്. ഇവിടെ ഒരു ഇതുണ്ടല്ലോ. അനിസാന്റെ പിന്നെ കണ്ടിട്ടുണ്ടോ? സ്ഥലം ആണോ? അത് വിട്ടാ പറഞ്ഞു. അന്ന് ഞാൻ വിളിച്ചായിരുന്നല്ലോ. അത് പറഞ്ഞ് എനിക്ക് എപ്പോഴും എല്ലാവരും കൂടെ വരണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ അച്ഛനായി ഏതാ ബാബു സാർ ബാബു സാർ മറ്റേ ഇംഗ്ലീഷ് അല്ലാതെ വേറെ വല്ല ബാബു ഉണ്ടോ മലയാളം പഠിച്ച്? ഒരു ധന്യെ കല്യാണം കഴിച്ചേ. ധന്യെ പറ്റി റിലേറ്റ് ചെയ്യുന്നുണ്ടോ? നമ്മൾ പോരുന്നതിന് ശേഷമായിരിക്കും. അതും എന്താ ഇന്നലെ ഉച്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. എടാ അവിടെ കിടന്ന് വലിയ ഈ കിടക്കും. ഞാനെന്നെ പറഞ്ഞു. വെള്ളം എടുത്ത് കണ്ട ഇതൊക്കെ വെള്ളത്തിൽ കയറണമെന്ന് പറഞ്ഞ് കയറിയ വെള്ളം എടുത്തിരിക്കുക. വെള്ളത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി വെള്ളം എടുത്തു. അപ്പം വാ അപ്പോൾ കാണിക്കാം. വാ ഇത് നിനക്കറിയത്തിരിക്കേ അത് കുമാരനാശാൻ. നീ കണ്ടു? ആ കുമാരനാശാൻ സ്മാരകം കേട്ടോ. മഹാകവി കുമാരനാശാൻ്റെ സ്മാരകം കേട്ടോ. കണ്ടോ? നിനക്കറിയത്തില്ലേ വീണ പൂവ് കുമാരനാശാൻ്റെ? അപ്പോൾ ഞങ്ങൾ അങ്ങനെ വള്ളത്തിൽ തിരിച്ചു വന്നിറങ്ങി വീണ്ടും ജങ്കാറി കയറാനുള്ള ആൾക്കാർ തിരക്ക് കണ്ടോ. അപ്പം സിദ്ധാർത്ഥൻ്റെ ഇക്കാടെ എന്നൊരു ബന്ധം പ്രകാരം ഞങ്ങൾ ജങ്കാറിയിൽ കയറി അപ്പുറത്തിറങ്ങി. അവിടുന്ന് വള്ളത്തെ കയറി ഞങ്ങൾ ഇപ്പുറത്തിറങ്ങി. ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവുക. ഇക്കായുമായിട്ടാണ് ഇന്ന് ഫുള്ള് കറക്കം. അപ്പോൾ ഞങ്ങൾ വണ്ടി കയറി അടുത്തടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും നല്ല നല്ല ദൃശ്യങ്ങൾ പകർത്തി തരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ഓക്കെ, ബൈ.